ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. സാർവദേശീയ തൊഴിലാളി ദിനം. പാമ്പാടിയെ ഇളക്കിമറിച്ച് മെയ് ദിന റാലി. തൊഴിൽ നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ കടന്നുകയറുന്നുവെന്ന് മന്ത്രി VN വാസവൻ. പൊൻകുന്നത്തും വിപുലമായ മെയ് ദിനാഘോഷം. പാചകവാതക വിലവർധന കോർപ്പറേറ്റുകളെ സഹായിക്കാനെന്ന് MV ഗോവിന്ദൻ. സംസ്ഥാനത്ത് ഇടതുമുന്നണി മൂന്നാമതും ഭരണത്തിൽ വരുമെന്നും ആത്മവിശ്വാസം. കാഞ്ഞിരപ്പള്ളിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ വരുന്നു. പേട്ട ജംഗ്ഷനിലെയും കുരിശുങ്കലിലെയും ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിക്കും. ലഹരിക്കായി അനധികൃത മരുന്നുകളും സിറിഞ്ചുകളും കൈവശം സൂക്ഷിച്ചു. പാലായിൽ യുവാവ് എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. 20 ബോട്ടിൽ മെഫർമെന്റൈൻ സൾഫേറ്റ് മരുന്നുകൾ പിടിച്ചു. വാർത്തകൾ വിശദമായി. പാമ്പാടിയെ ഇളക്കിമറിച്ച് മെയ് ദിനാഘോഷം. CITUവിന്റെ നേതൃത്വത്തിലാണ് പാമ്പാടിയിൽ മെയ് ദിനാഘോഷം നടന്നത്. രാജ്യത്തെ തൊഴിൽ നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ കടന്നാക്രമണം നടത്തുകയാണെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഒരു ദിവസം 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന അവകാശം നേടിയെടുക്കാൻ ചിക്കാഗോയിലെ തൊഴിലാളികൾ സമരം ചെയ്യുകയും രക്തസാക്ഷികളാവുകയും ചെയ്തതിന്റെ സ്മരണയിൽ സാർവദേശീയ തൊഴിലാളി ദിനം ഇന്ന്. ഇതിന്റെ ഭാഗമായി നാടെങ്ങും മെയ് ദിനാഘോഷം നടന്നു. കോട്ടയം ജില്ലയിൽ പാമ്പാടിയിലാണ് വിപുലമായി മെയ് ദിനം ആഘോഷിക്കുന്നത്. പാമ്പാടിയെ ഇളക്കിമറിച്ച് നടന്ന മെയ് ദിനാഘോഷത്തിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. പാമ്പാടി വിമലാംബിക സ്കൂൾ പരിസരത്തു നിന്നും രാവിലെ റാലി തുടങ്ങി. റോളർ സ്കേറ്റിംഗ്, കെട്ടുകാഴ്ചകൾ, പഞ്ചവാദ്യം, ബാൻഡ് മേളം, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയെല്ലാം റാലിയിൽ അണിനിരന്നു. ചുവന്ന ബലൂണുകളും കൊടികളും എല്ലാം നിറഞ്ഞതോടെ അക്ഷരാർത്ഥത്തിൽ പാമ്പാടി ചുവന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന 44 തൊഴിൽ നിയമങ്ങളിലും തൊഴിലാളികളുടെ അവകാശങ്ങളിലും കേന്ദ്ര സർക്കാർ കടന്നാക്രമണം നടത്തുകയാണെന്ന് VN വാസവൻ പറഞ്ഞു. 4 ലേബർ കോഡുകൾ നിലവിൽ വന്നതോടെ 8 മണിക്കൂറിന് പകരം 12 മണിക്കൂർ ജോലി ചെയ്യേണ്ട സ്ഥിതിയാണുള്ളതെന്നും VN വാസവൻ കൂട്ടിച്ചേർത്തു. 44 തൊഴിൽ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായി. സേവന വേതന വ്യവസ്ഥകളും മിനിമം വേജസ് ആക്റ്റും അതേപോലെ ഫെയർ വേജസ് ആക്റ്റും അതേപോലെ നമ്മുടെ രാജ്യത്ത് വിവിധ തരത്തിലുള്ള തൊഴിൽ സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള നിയമങ്ങളുമെല്ലാം ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്റ്റുമെല്ലാം നമ്മൾ രൂപം കൊടുത്ത് രാജ്യത്ത് മുന്നോട്ട് വരാൻ ഇടവന്നത് എണ്ണമറ്റ സമരങ്ങൾ കൂടി അധ്വാനിക്കുന്ന വർഗം നേടിയെടുത്ത അവകാശങ്ങളാണ്. ആ അവകാശങ്ങൾ നേർക്ക് കടന്നാക്രമണം നടത്തി ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമുക്കറിയാം. ആ മാറ്റങ്ങൾ ഏതാണ്ട് 4 കോഡുകളാക്കി മാറ്റി തീർക്കുമ്പോൾ നമ്മുടെ 8 മണിക്കൂർ ജോലി എന്ന ആശയം മാറുന്നു. 8 മണിക്കൂർ വിനോദവും 8 മണിക്കൂർ വിശ്രമവും എന്ന ആശയം മാറ്റിമറിക്കുന്നു. എന്നിട്ട് ചെയ്യുന്നത് എന്താ? ആ 8 മണിക്കൂർ ജോലിക്ക് പകരം 12 മണിക്കൂർ വരെ ജോലി. കർഷക സംഘം ജില്ലാ സെക്രട്ടറി KM രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ES സാബു, റജി സഖറിയ, സുഭാഷ് P വർഗീസ്, VM പ്രദീപ്, KN വിശ്വനാഥൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പൊൻകുന്നത്ത് മെയ് ദിനാഘോഷം നടന്നു. 100 പേർ പങ്കെടുത്ത മെയ് ദിന റാലി ടൗൺ ചുറ്റി രാജേന്ദ്ര മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം KJ തോമസ് ഉദ്ഘാടനം ചെയ്തു. സാർവദേശീയ തൊഴിലാളി ദിനം നാടെങ്ങും ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി കോട്ടയം ജില്ലയുടെ വിവിധയിടങ്ങളിൽ മെയ് ദിന റാലിയും പൊതുസമ്മേളനവും നടന്നു. CITUവിന്റെ നേതൃത്വത്തിലാണ് പൊൻകുന്നത്ത് മെയ് ദിനാഘോഷം നടത്തിയത്. CPM പാർട്ടി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച റാലി KSRTC ജംഗ്ഷനിലെത്തിയ ശേഷം തിരികെ പൊൻകുന്നം ടൗണിലെത്തി. CITU വാഴൂർ, വെള്ളാവൂർ ഏരിയ കമ്മിറ്റികളിലെ ആയിരക്കണക്കിന് പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു. നാസിക് ഡോൾ, ചെണ്ടമേളം എന്നിവയെല്ലാം റാലിക്ക് അകമ്പടിയായി.
തുടർന്ന് രാജേന്ദ്ര മൈതാനത്ത് നടന്ന പൊതുസമ്മേളനം CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം KJ തോമസ് ഉദ്ഘാടനം ചെയ്തു. 1886 മെയ് മാസം 1-ാം തീയതി അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന തൊഴിലാളി സമരത്തിലൂടെ ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ നടത്തിയത് ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നുവെന്ന് KJ തോമസ് പറഞ്ഞു. 1886 മെയ് മാസം 1-ാം തീയതി അമേരിക്കയിലെ ആ കാലത്തെ ഏറ്റവും വലിയ പട്ടണമായ ചിക്കാഗോയിൽ തൊഴിലാളികൾ പണിമുടക്കി. അവരുടെ മുദ്രാവാക്യം 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നിങ്ങനെയായിരുന്നു. ഒരു ദിവസം 24 മണിക്കൂറാണുള്ളത്. ആ 24 മണിക്കൂർ തൊഴിലാളികൾ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്നൊരു പാഠം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു പണിമുടക്കായിരുന്നു 86 മെയ് 1-ാം തീയതി നടന്നത്. പാർട്ടി നേതാക്കളായ അഡ്വക്കേറ്റ് ഗിരീഷ് എസ് നായർ, VG ലാൽ, അഡ്വക്കേറ്റ് ജയ ശ്രീധർ, CITU ജില്ലാ ഭാരവാഹികളായ D ബൈജു, D സേതുലക്ഷ്മി, TN ഗിരീഷ് കുമാർ, IS രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. INTUC കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് മെയ് ദിന റാലി നടത്തി. ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് നേതൃത്വം നൽകി. സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. അനിയൻ മാത്യു, PV പ്രസാദ്, MV മനോജ്, ജിജി പോത്തൻ, നന്ദിയോട് ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ ജനങ്ങളെ കൊണ്ടുവരുന്ന ഈ നിലവിളിക്കെതിരെ രാജ്യത്തെ പാചകവാതക വിലവർധന കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിൽ 3-മതും LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നതിൽ സംശയമില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാചകവാതക വിലവർധന ജനങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. യുദ്ധം ഓരോരുത്തരുടെയും ജീവിതത്തെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ലോകം മുഴുവൻ ഇത് ബാധിച്ചിരിക്കുകയാണ്. ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല. കുത്തക മുതലാളിമാർക്ക് കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാരെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. രാവിലെ വാർത്ത കാണുന്നത് 900-ലധികം രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ പ്രശ്നം നമ്മൾ 3993 അപ്പോൾ അത് ജനങ്ങൾക്ക് നേരെയുള്ളൊരു കടന്നാക്രമണമാണ്. യുദ്ധത്തിൻ്റെ ഒരു രീതിയാണ്. ലോകം മുഴുവൻ അത് ബാധിച്ചിരിക്കുകയാണ്. വളരെ ഫലപ്രദമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല എന്നുള്ളതും അതുപോലെ തന്നെ ഈ കുത്തക മുതലാളിമാർക്ക് കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അതിനെതിരായ ശക്തിയായ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുത്തകകളെ സഹായിക്കുന്ന നിലപാട് യുദ്ധത്തിന്റെ മറവിൽ കൂടുതൽ ശക്തമായി നടപ്പാക്കുകയാണ്. കേരളത്തിൽ 3-മതും LDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന് യാതൊരു സംശയവുമില്ലെന്നും PV അൻവറിന്റെ തോൽവി ഉറപ്പാണെന്നും MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു ഉത്കണ്ഠയില്ല. ഞങ്ങൾ ഉറപ്പായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ 3-ാം ടേമിൽ അധികാരത്തിൽ വരും എന്ന കാര്യം ഉറപ്പായിട്ട് പറയുകയാണ്. ഒന്നും വേണ്ടതാണ് ഞാൻ പറയുന്നത്. തോക്കുന്ന കാര്യം യാതൊരു സംശയവും വേണ്ട. കാരണം മൊട്ടയടിക്കുകയും വേണ്ട. വേറെ ഒരു കാര്യവും ചെയ്യാം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി പുതിയ ഗതാഗത പരിഷ്കാരം നടപ്പാക്കാൻ പഞ്ചായത്ത് ഒരുങ്ങുന്നു. വോട്ടെണ്ണലിന് ശേഷം ഗതാഗത പരിഷ്കാരം നടപ്പാക്കും. വാഹനയാത്രക്കാരുടെ പേടി സ്വപ്നവും കാഞ്ഞിരപ്പള്ളിയുടെ ശാപവുമായ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി കാഞ്ഞിരപ്പള്ളിയിൽ പുതിയ ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കുന്നു. ട്രാഫിക് കമ്മിറ്റിയിൽ തീരുമാനിച്ച മാറ്റങ്ങൾ വോട്ടെണ്ണലിന് ശേഷം നടപ്പാക്കും. പേട്ടക്കവലയിലെ ബസ് സ്റ്റോപ്പുകൾ മാറ്റി നിർണ്ണയിക്കും. നിലവിൽ ജംഗ്ഷനിൽ ഒരേ സമയത്ത് ഇരുവശത്തുമായി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമുള്ള ബസ്സുകൾ നിർത്തുന്നതിനാൽ മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ മുണ്ടക്കയം എരുമേലി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നിലവിലെ ബസ് സ്റ്റോപ്പിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് കയറി നിർത്തിയാവും യാത്രക്കാരെ കയറ്റിയിറക്കുന്നത്. പൊൻകുന്നം, ചങ്ങനാശ്ശേരി, കോട്ടയം തുടങ്ങി പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പേട്ടക്കവലയിലെ പെട്രോൾ പമ്പിന് എതിർവശത്തായി നിർത്തും. കുരിശങ്കൽ ജംഗ്ഷനിലും കിഴക്കോട്ടുള്ള ബസ്സുകൾ നിർത്തുന്ന നിലവിലെ ബസ് സ്റ്റോപ്പ് മുൻപിലേക്ക് മാറ്റും. ഇങ്ങനെ വരുമ്പോൾ തമ്പലക്കാട് റോഡിലൂടെ എത്തുന്ന വാഹനങ്ങൾക്ക് എളുപ്പം ദേശീയപാതയിൽ പ്രവേശിക്കാം. കോട്ടയം, ചങ്ങനാശ്ശേരി ഭാഗത്തേക്കുള്ള ബസ്സുകൾ കാത്തിരിപ്പ് കേന്ദ്രത്തോട് ചേർന്നാവും നിർത്തുക. കൂടാതെ TVS റോഡ് റൺവേ ആക്കും.
ദേശീയപാതയിൽ നിന്ന് വാഹനങ്ങൾക്ക് പ്രവേശിക്കാം. കൂടാതെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വലിയ വാഹനങ്ങൾ എത്തിക്കുന്ന ചരക്കുകൾ രാവിലെ 8:30 മുൻപായി ഇറക്കണം. കൂടാതെ ദേശീയപാതയോരത്തെ വെള്ളവര മറികടന്ന് റോഡിലേക്ക് കയറി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും നിരോധിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ലഹരിക്കായി അനധികൃത മരുന്നുകളും സിറിഞ്ചുകളും കൈവശം വെച്ച യുവാവ് പാലായിൽ പിടിയിലായി. തെക്കുമുറി മഴുവഞ്ചേരിൽ ധനേഷ് തങ്കച്ചനാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ലഹരിക്കായി അനധികൃതമായി കൈവശം വയ്ക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു വന്ന മരുന്നുകളും സിറിഞ്ചുകളുമായി യുവാവിനെ പാല എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. പാല തെക്കുമുറിയിൽ 20 ബോട്ടിൽ മെഫർമെന്റൽ സൾഫേറ്റ് മരുന്നും സിറിഞ്ചുകളുമായി തെക്കുമുറി മുഴുവഞ്ചേരിൽ ധനേഷ് തങ്കച്ചനെയാണ് എക്സൈസ് പിടികൂടിയത്. കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അശോക് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ബഹുമാനപ്പെട്ട കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ശ്രീ എസ് അശോക് കുമാർ സാറിന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാനും മെഡിസിനുകൾ മയക്കുമരുന്നായി ദുരുപയോഗം ചെയ്യുന്നു എന്ന വിവരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ആയതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ മെഫെൻഡർമെയിൻ എന്ന ഡ്രഗ്സുമായിട്ട് ഒരു ധനേഷ് തങ്കച്ചനെ തെക്കുമുറി ഭാഗത്തു നിന്ന് 20 കുപ്പി ഡ്രഗ്സുമായിട്ട് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആയതുമായിട്ട് ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇയാൾ ഈ മരുന്നുകൾ ലഹരിക്കായി സ്വയം ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തു വരികയായിരുന്നു. മരുന്ന് ഉപയോഗം സംബന്ധിച്ച് ഡ്രഗ്സ് കൺട്രോളർ വിഭാഗവും തുടർ പരിശോധനകൾ നടത്തും. എക്സൈസ് ഇൻസ്പെക്ടർ രാംപ്രസാദ് KR, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ R, പ്രിവന്റീവ് ഓഫീസർ രതീഷ് കുമാർ P, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അച്ചു ജോസഫ്, ധനുരാജ് PC, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുജാത സിബി, എക്സൈസ് ഡ്രൈവർ മുഹമ്മദ് ഹാരിസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പാല. ബാംഗ്ലൂരിലെ മഹാലക്ഷ്മി ലയോട്ട് അയ്യപ്പ ക്ഷേത്രത്തിലെ കൊടിമരം പണിയുന്നതിനുള്ള തേക്കുമരം കൊണ്ടുപോയത് വാഴൂരിൽ നിന്ന്. വാഴൂർ പാലക്കൽ വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള പുരയിടത്തിൽ നിന്നാണ് വൃക്ഷപൂജ നടത്തി തേക്കുമരം കൊണ്ടുപോയത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ മേൽനോട്ടത്തിലാണ് വൃക്ഷപൂജയും ആയുധപൂജയും നടന്നത്. ശില്പി പത്യൂർ വിനോദ് ബാബു ആചാര്യയ്ക്ക് കൈമാറി. പിന്നീട് തടി ഘോഷയാത്രയായി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി. AITUC പാലാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലായിൽ മെയ്ദിന റാലി നടത്തി. ടൗൺ ചുറ്റി നടന്ന റാലിയിൽ ആയിരങ്ങൾ പങ്കാളികളായി. നമുക്കറിയാം, ഇരുളടഞ്ഞ ഒരു ഭൂഖണ്ഡത്തിൽ തൊഴിലവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം നടന്നതിൻ്റെ വീരസ്മരണകൾ അയവിറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഈ ദിനം ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. 140 വർഷങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയിലെ ചിക്കാഗോയിൽ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഉജ്ജ്വലമായ പോരാട്ടം ആരംഭിക്കുന്നത്. ഒരുപക്ഷെ അന്ന് ഭരണാധികാരികൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചെറുത്തുനിൽപ്പായിരുന്നു അത്. അടിമസമാനമായ ജീവിതം നയിച്ചിരുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ തൊഴിലിന് എത്ര സമയമെന്നുള്ള യാതൊരു കൃത്യതയും ഉണ്ടായിരുന്നില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാർവദേശീയ തൊഴിലാളി ദിനം. പാമ്പാടിയെ ഇളക്കിമറിച്ച് മെയ്ദിന റാലി. തൊഴിൽ നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ കടന്നുകയറുന്നുവെന്ന് മന്ത്രി VN വാസവൻ. പൊൻകുന്നത്തും വിപുലമായ മെയ്ദിനാഘോഷം. പാചകവാതക വിലവർധന കോർപ്പറേറ്റുകളെ സഹായിക്കാനെന്ന് MV ഗോവിന്ദൻ. സംസ്ഥാനത്ത് ഇടതുമുന്നണി 3ാമതും ഭരണത്തിൽ വരുമെന്നും ആത്മവിശ്വാസം. കാഞ്ഞിരപ്പള്ളിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ വരുന്നു. പേട്ട ജംഗ്ഷനിലെയും കുരിശുങ്കലിലെയും ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിക്കും. ലഹരിക്കായി അനധികൃത മരുന്നുകളും സിറിഞ്ചുകളും കൈവശം സൂക്ഷിച്ചു. പാലായിൽ യുവാവ് എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. 20 ബോട്ടിൽ മെഫർമെന്റൈൻ സൾഫേറ്റ് മരുന്നുകൾ പിടിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.